വിദേഹത്ത് പറഞ്ഞാൽ അനാചാരം എന്നാണ് കിതാബ് കൊടുക്കുക. അർത്ഥം പഠിച്ചുകൊണ്ട് അനാചാരം. അള്ളാഹു പരിശുദ്ധ ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കിയ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ഓക്കേ, അള്ളാഹു പറയുന്നത് അല്ലയോ അക്ബർതുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതുലക്കും ഇസ്ലാമ ദീന. ഈ ആയത്തിനെ പറ്റി കാര്യങ്ങളൊക്കെ ചർച്ച ഉണ്ടല്ലോ. ഓക്കേ, നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരികയും നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം ഞാൻ പൂർണ്ണമാക്കി തരികയും ഇസ്ലാമിന്റെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അതോടുകൂടി ഇസ്ലാം പൂർത്തിയായി എന്ന ആയത്ത് അല്ലെ. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇതിന് ശേഷമാണ് ഇസ്ലാം പൂർണ്ണമായി. ഇനി പൂർണ്ണമായ രീതിയിൽ ഒന്നും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ മാറ്റി നിർത്താനോ ഇല്ല. ഓക്കെ, അപ്പൊ വിദ്യാർത്ഥിയുടെ നിർവചനമാണ് ഈ പറയുന്നത്. ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, സ്വഹാബത്തിന്റെ പ്രസ്താവന ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി ചിന്തിക്കണം. എന്താ സാങ്കേതികമായ വിരുദ്ധത്തിൽ ചോദിച്ചാൽ ഇത് വളരെ ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, സ്വഹാബത്തിന്റെ പ്രസ്താവന ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായിട്ട് അനാചാരം വിദ്യാർത്ഥി പറയാം. ഓക്കെ, ഇതൊക്കെ പോസ് ചെയ്തിട്ട് നിങ്ങൾ കേൾക്കണേ ഇൻഷാ അല്ലാഹ്. അത് കുറ്റകരവും വഴികേടുമാണ്. ഓക്കെ, ഇനി നബിവചനം പറയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമാണ് മൻ അഹദബി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുറത്തുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത ഒന്നിനെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എല്ലാ പുതിയ കാര്യങ്ങളും തള്ളപ്പെടണം എന്നല്ല പറഞ്ഞേ. ഇതിൽ പെട്ടതല്ലാത്ത കാര്യം ഉണ്ടാക്കിയാൽ എല്ലാ കാര്യങ്ങളും തള്ളപ്പെടുന്നില്ല. ഇതിൽ പെട്ടതല്ലാത്ത ഉണ്ടാക്കിയാൽ തള്ളപ്പെടണം എന്നാണ്. മതത്തിൽ പെട്ടതല്ലാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയതിനാണ് തള്ളപ്പെടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി സൂചിപ്പിക്കുന്നു. അപ്പൊ പിൽക്കാലത്ത് ഉണ്ടാക്കിയ പല കാര്യങ്ങളുണ്ട്, അത് തള്ളപ്പെടേണ്ടതല്ല നമുക്ക് മനസ്സിലായി. കാരണം അതിനെതിരല്ല. ഖുർആനിലെ ഇതൊന്നും ഇല്ലായിരുന്നു. ആദ്യം ഖുർആൻ ഉണ്ടായിരുന്നത്, പിന്നെ ഇതെല്ലാം വെച്ചു. തെറ്റാണ് അല്ല, ഗുജറാത്തിൽ തെറ്റായിരുന്നതല്ല. പിന്നെ പള്ളികളിൽ വിഹാരങ്ങളൊന്നും വിഹാരങ്ങളൊന്നും മുന്നോട്ട് നീങ്ങിയിട്ട് ഇതൊക്കെ പിൽക്കാലത്തൊന്നാണ്. മദ്രസ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നില്ല. എന്നാൽ ഇവ ദീനിന് വിരുദ്ധമല്ല. അതുകൊണ്ട് തന്നെ ആ ഹദീസിനെതിരല്ല, തള്ളിക്കളയുന്നില്ല. മറിച്ച് എന്താ ചെയ്യുന്നത്? മുസ്ലിം ഉമ്മത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി സുന്നത്തുൽ ഹസനാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. മൻ സന്ന ഫിൽ ഇസ്ലാം സുന്നത്തുൽ ഹസനത്തുൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി വഅജ്റു യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ. കൃത്യമായി പഠിച്ചു വെക്കുക. എന്താ അർത്ഥം? ഇസ്ലാമിൽ ഒരു നല്ല കാര്യം ആരെങ്കിലും നടപ്പാക്കിയാൽ അവന് അതിന്റെ പ്രതിഫലവും അവന്റെ ശേഷം അത് ചെയ്തവരുടെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലവും ലഭിക്കും എന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വഴിതെറ്റിയ വിദ്യാർത്ഥികളെ കുറിച്ച് പറയുന്നു. നിസ്കാരവും ഖുത്ബയും അറബി ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് നിർവഹിച്ചത്. അത് മറ്റു ഭാഷകളിൽ മാറ്റുന്നത് വിദ്യാർത്ഥാണ്. അതെന്താ? വഴിതെറ്റിയ വിദ്യാർത്ഥി. ഒരു 5 കിലോമീറ്റർ യാത്രക്ക് ഖസ്ർ നിസ്കാരം വേണമെന്ന് പറഞ്ഞു. 133 കിലോമീറ്റർ കാര്യത്തിൽ ഇതും എന്താണ്? ഇങ്ങനത്തെ 5 കിലോമീറ്റർ ആകുമ്പോൾ ഖസ്ർ പറ്റുന്നത് വിദ്യാർത്ഥാണ്. വിദ്യാർത്ഥിയുടെ വിഭാഗം നോക്കും. ഭാഷാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും വിദ്യാർത്ഥി പറയും. അതനുസരിച്ച് വിദ്യാർത്ഥി 2 വിധമുണ്ട്: വിദ്യാർത്ഥി ഹസന, വിദ്യാർത്ഥി ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്,